നമ്മൾ സ്പൈന ബൈഫിഡ എന്ന ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇത് സ്പൈനൽ കോളത്തിൻ്റെ കൺജനിറ്റൽ ഡിഫക്റ്റ് ആണ്. ഡ്യൂ ടു ഫെയിലിയർ ഓഫ് ദി ഫ്യൂഷൻ ഓഫ് വെർട്ടിബ്രൽ ആർച്ചസ് വിത്ത് ഓർ വിത്തൗട്ട് പ്രൊട്രൂഷൻ ഓഫ് ദി മെനിഞ്ചസ് ആൻഡ് ഡിസ്പ്ലേസിയ ഓഫ് ദി സ്പൈനൽ കോഡ്. ഇതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് വെർട്ടിബ്രൽ ആർച്ചസിൻ്റെ ഫ്യൂഷൻ നടക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഫ്യൂഷൻ നടക്കാതെ വരുമ്പോൾ ചില കേസിലൊക്കെ ഈ മെനിഞ്ചസ് പുറത്തേക്ക് വരും, പിന്നെ ഈ സ്പൈനൽ കോഡ് ഡിസ്പ്ലേസിയൊക്കെ സംഭവിക്കും. നമുക്കിനി എത്തിയോളജി അല്ലെങ്കിൽ കോസസ് നോക്കാം. എക്സാക്ട് കോസ് അൺനോൺ ആണ്. പിന്നെ ഇതിൽ വരുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി. അതായത് ചില സ്ത്രീകൾ പ്രഗ്നൻ്റ് ആയാലും ആകത്തില്ല അവർ പ്രഗ്നൻ്റ് ആണെന്ന്, കുറച്ച് കഴിഞ്ഞാലേ ആകത്തുള്ളൂ അവർ പ്രഗ്നൻ്റ് ആണെന്ന്. അപ്പോൾ ആ ഒരു ടൈമിൽ ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി വരുന്ന ടൈമിൽ കുട്ടികൾക്ക് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഡ്രഗ്സ്, ചില ഡ്രഗ്സ് ആൻറ്റിസീഷ്യർ ഡ്രഗ്സ് പോലുള്ളവ എടുക്കുന്ന ടൈമിൽ ഇതിനൊരു സാധ്യതയുണ്ട്. കാരണം ഇത് ഫോളിക് ആസിഡ് മെറ്റബോളിസവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മെറ്റേണൽ റേഡിയേഷൻ എക്സ്പോഷർ ടു കെമിക്കൽസ്, മാൽന്യൂട്രിഷൻ, പിന്നെ ജനറ്റിക് ഡിറ്റർമിനൻ്റൊക്കെ, അതായത് അമ്മക്കുണ്ടെങ്കിൽ കുട്ടിക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള അമ്മക്ക് വരുന്ന കുട്ടികൾക്കും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് സ്പൈന ബൈഫിഡയുടെ ക്ലാസിഫിക്കേഷൻ നോക്കാം. സ്പൈന ബൈഫിഡ ഒക്കൾട്ടയും സ്പൈന ബൈഫിഡ സിസ്റ്റിക്കയും. ഒക്കൾട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഒക്ലൂഡ് ചെയ്ത് കിടക്കും, ഒരു സിസ്റ്റം ഒന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അതായത് ഇതിൽ നമുക്ക് പുറത്തേക്കുള്ള ഒരു ബൾജിങ് ഒന്നും ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ പ്രൊട്രൂഷൻ ഉണ്ടാവത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മെനിഞ്ചസ് ചില സമയത്ത് പ്രൊട്രൂഡ് ആവും, ചില സമയത്ത് പ്രൊട്രൂഡ് ആവത്തില്ലെന്ന്. അപ്പോൾ നോ പ്രൊട്രൂഷൻ ഓഫ് ദി മെനിഞ്ചസ്, അതുകൊണ്ട് തന്നെ സിസ്റ്റ് പോലെ ഉണ്ടാവത്തില്ല, അത് ഓർത്താൽ മതി കേട്ടോ. പിന്നെ ഡിസ്പ്ലേസി ഓഫ് ദി സ്പൈനൽ കോഡ് ഉണ്ടാകും കേട്ടോ. പിന്നെ ക്യൂട്ടേനിയസ് ആയിട്ടുള്ള ലെഷൻ ഉണ്ടാകും. പിന്നെ ഹെയർസ് ആ ഒരു സൈഡിൽ ഗ്രോ ചെയ്യും. ലിപ്പോമ, ഹെമാൻജിയോമ, ഡെർമൽ സൈനസ് അല്ലെങ്കിൽ ഡിംപിൾ ഇൻ ദി സ്കിൻ, അതായത് ഒരു കുഴി പോലെ. പിന്നെ അത് ജസ്റ്റ് ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടും നിങ്ങൾക്ക്. ഈ ഒരു 6 to 8 years ഒക്കെ കഴിഞ്ഞാൽ ഈ ഒരു സിംറ്റംസ് ഒക്കെ പ്രോപ്പറായിട്ട് കാണിച്ചു തുടങ്ങത്തുള്ളൂ. അതുവരെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അകത്ത് പോലും ഉണ്ടാവില്ല ചിലപ്പോൾ. പ്രോഗ്രസീവ് ഡിഫോമിറ്റി ഓഫ് ഫൂട്ട്, ചേഞ്ചസ് ഇൻ മിക്ച്വേഷൻ പാറ്റേൺ, ആൾട്ടറേഷൻ ഇൻ ദി ഗെയ്റ്റ്, ട്രോഫിക് അൾസേഴ്സ് ഓൺ ദി ടോസ് ആൻഡ് ഫീറ്റ്, അതൊക്കെ ഉണ്ടാകും. അതർ സിഗ്നിഫിക്കൻറ്റ് അനോമലീസ് ഓഫ് ദി സ്പൈനൽ കോഡ് മേ ബി ഫൗണ്ട് ഇൻ അസോസിയേഷൻ വിത്ത് കണ്ടീഷൻ. അതായത് ഈ ഒരു കണ്ടീഷൻ അസോസിയേറ്റഡ് ആയിട്ട് ചില സ്പൈനൽ കോഡ് അനോമലിറ്റീസിൻ്റെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഡയഗ്നോസിസ്, മൈലോ-CT സ്കാന്, MRI ഒക്കെ ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സർജിക്കൽ കറക്ഷൻ ഓഫ് ദി ഡിഫക്റ്റ്, ആ ഒരു ഡിഫക്റ്റിൻ്റെ സർജിക്കൽ കറക്ഷൻ ചെയ്യാവുന്നതാണ്. ലാമിനെക്ടമി ഈസ് ഡൺ ആൻഡ് ഇൻട്രാസ്പൈനൽ ലെഷൻസ് ആർ എക്സൈസ്ഡ്. അതായത് ഈ സ്പൈൻ്റെ ഇടയ്ക്ക് ലെഷൻസ് ഉണ്ടെങ്കിൽ അത് എക്സൈസ് ചെയ്ത് കളയും, അത് മുറിച്ച് കളയുന്നു അങ്ങനെ നമ്മുടെ. പിന്നെ ഓപ്പറേഷൻ ക്യാൻ ബി ഡൺ ഈവൻ ബിഫോർ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് അപ്പിയർ ഇൻ എ സെലക്റ്റഡ് കേസസ്. അതായത് ഒരു ന്യൂറോളജിക്കലായിട്ട് പ്രോബ്ലം കാണിച്ചു തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് ചില കേസിൽ. ഇനി അടുത്തതാണ് സ്പൈന ബൈഫിഡ സിസ്റ്റിക്ക. ഇത് 2 തരത്തിലുണ്ട്, മെനിഞ്ചോസീലും മെനിഞ്ചോമയോസീൽ അല്ലെങ്കിൽ മൈലോ മെനിഞ്ചോസീൽ. അത് അങ്ങോട്ട് വേണം, കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്തത് മെനിഞ്ചോസീൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ പ്രൊട്രൂഷൻ ഓഫ് ദി മെനിഞ്ചസ് ഉണ്ടാകും, അതായത് മെനിഞ്ചസ് പ്രൊട്രൂഡ് ആകും. ഈ 2 കേസിലും മെനിഞ്ചോസീലിലും മെനിഞ്ചോമയോസീലിലും ഇത് പ്രൊട്രൂഷൻ ഉണ്ടാകും കേട്ടോ. അതെങ്ങനെയാണ് ഡിഫറൻറ്റ് ആകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രൊട്രൂഷൻ ഓഫ് ദി മെനിഞ്ചസ് ഉണ്ടാകും. പിന്നെ ഫ്ലക്ച്വേറ്റിംഗ് സിസ്റ്റിക് സ്വെല്ലിംഗ് ഫിൽഡ് വിത്ത് CSF, അതായത് ഇത് ഈ ഒരു ബൾജിങ്, ഈ ഒരു സ്വെല്ലിങ് CSF-ആയിട്ട് ഫില്ല് ചെയ്ത് കിടക്കുന്നുണ്ടാകും. എന്നിട്ട് ഈ ഒരു ഫില്ലിങ്സിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ട്രാൻസ്പെറൻറ്റ് മെംബ്രെയിനോ അല്ലെങ്കിൽ ചില സമയത്ത് സ്കിന്നോ ഉണ്ടാകും. പിന്നെ നോ ഡിസ്പ്ലേസി ഓഫ് ദി സ്പൈനൽ കോഡ്. നമ്മൾ സ്പൈന ബൈഫിഡയിൽ ഒരു ഡിസ്പ്ലേസി ഓഫ് സ്പൈനൽ കോഡ് ഉണ്ടാകുന്ന മതി, പക്ഷേ ഈ ഒരു കേസിൽ സ്പൈനൽ കോഡ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ വലിയ സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ഒന്നും ഉണ്ടാകത്തില്ല. ചൈൽഡ് മേ ഫൗണ്ട് എസിംറ്റമാറ്റിക്, അതുകൊണ്ട് തന്നെ എസിംറ്റമാറ്റിക് ആയിരിക്കും. അൺകോമൺ ആയിട്ടാണ് ഈ ഒരു മെനിഞ്ചോസീലൊക്കെ കണ്ടുവരുന്നത്. സിംറ്റമാറ്റിക് ചൈൽഡ് മേ പ്രസൻറ്റ് വിത്ത്, ഇപ്പം അഥവാ സിംറ്റംസ് ഉണ്ടെങ്കിൽ പ്രസൻറ്റ് വിത്ത് വീക്ക്നെസ് ഓഫ് ലെഗ്സ്, പിന്നെ ലാക്ക് ഓഫ് സ്വിഞ്ചർ കൺട്രോൾ, അതായത് നമ്മുടെ ഈ ബ്ലഡർ കൺട്രോളൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഹൈഡ്രോസെഫാലസ് എന്നൊരു കണ്ടീഷൻ ഈ ഒരു ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹെഡ് സർക്കംഫറൻസ് മെഷർ ചെയ്യുന്നത് ഈ ഒരു ഹൈഡ്രോസെഫാലസിൻ്റെ ഡെവലപ്മെൻറ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുള്ളാണ്. ഇനി നമുക്ക് ഡയഗ്നോസിസ് നോക്കുകയാണെങ്കിൽ CT സ്കാന്, എക്സ്റേ ഓഫ് സ്പൈന്, എക്സ്റേ ഓഫ് സ്കള്ളൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻഫൻറ്റിനെ അബ്ഡോമിനിൽ കിടത്തണം, അതായത് ബാക്ക് വെച്ച് കിടത്താൻ പാടില്ല, കാരണം സാക്ക് ഉണ്ടല്ലോ ബാക്കിൽ. പിന്നെ ഈ ഒരു സാക്ക് നല്ലോണം ഡ്രസ്സ് ചെയ്ത് കൊടുക്കണം, സ്റ്റൈലായിട്ടുള്ള ഇത് ഡ്രസ്സിങ് ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ സർജിക്കൽ ക്ലോഷർ ഓഫ് സാക്ക് ചെയ്യണം ഏറ്റവും പെട്ടെന്ന് തന്നെ, കാരണം ഇത് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്.
അടുത്തത് മെനിഞ്ചോമയോസീൽ അല്ലെങ്കിൽ മൈലോമെനിഞ്ചോസീൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ സിസ്റ്റിക് സാക്ക് ഓഫ് മെനിഞ്ചസ് ഉണ്ടാകും. ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് CSF മാത്രമല്ല ഉണ്ടാകുക, ഇതിൻ്റെ കൂടെ ഈ സ്പൈനൽ ടിഷ്യൂസ് കൂടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷൻ, അതായത് ഹേർണിയാസ് പോലുള്ള ഈ ഒരു കണ്ടീഷൻ ഭയങ്കരമായിട്ട് സിവിയർ ആണ്. പിന്നെ ഡിസ്പ്ലേസിയ ഓഫ് സ്പൈനൽ കോഡ് ഇതിൽ കണ്ടുവരുന്നുണ്ട്, അക്കമ്പനീഡ് ബൈ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്. അതുകൊണ്ട് തന്നെ ന്യൂറോളജിക്കലായുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും. ഇത് 2 ടൈപ്പിലുണ്ട്, മൈലോസീൽ വിച്ച് ഈസ് എൻ ഓപ്പൺ ടൈപ്പ് ആൻഡ് മൈലോമെനിഞ്ചോസീൽ വിച്ച് ഈസ് എ ക്ലോസ്ഡ് ടൈപ്പ്. ഈ മൈലോമെനിഞ്ചോസീലാണ് മോസ്റ്റ് കോമൺ സിസ്റ്റിക് ലെഷൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മെനിഞ്ചോമൈലോസീലിനെ മൈലോമെനിഞ്ചോസീൽ എന്നും കൂടി വിളിക്കുന്നത്. ഈ ഒരു സ്പൈനൽ ടിഷ്യൂ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഫ്ലാസിഡ് പാരാലിസിസ്, ആബ്സെൻസ് ഓഫ് സെൻസേഷൻ, ഡ്രോപ്പ് റിഫ്ലക്സസ് ഒക്കെ ഈ കുട്ടികൾ കാണിക്കുന്നുണ്ട്. സ്പാസ്റ്റിറ്റി, ഹൈപ്പർ ആക്ടിവിറ്റി റിഫ്ലക്സസ് മേ ബി പ്രസൻറ്റ് ഇൻ thoracic ആൻഡ് cervical മൈലോമെനിഞ്ചോസീൽ. അതായത് നമ്മുടെ ഈ ഒരു പൊസിഷൻ വെച്ചിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. പിന്നെ ഇനി ഇതിൻ്റെ ഡയഗ്നോസിസ് നോക്കുകയാണെങ്കിൽ എക്സ്റേ, CT സ്കാൻ, MRI, USG, കംപ്ലീറ്റ് ന്യൂറോളജിക്കൽ അസസ്മെൻറ്റ്, റൂട്ടീൻ ബ്ലഡ് ആൻഡ് യൂറിൻ എക്സാമിനേഷൻ ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് ഡയഗ്നോസിസ് എന്നതിൽ അമ്നിയോസെൻറ്റസിസ്, എസ്റ്റിമേഷൻ ഓഫ് ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സർജിക്കൽ കറക്ഷനാണ് ചെയ്യുന്നത്. അതായത് ഒന്നുകിൽ ഈ കുട്ടി ജനിക്കുന്നതിനേക്കാൾ മുമ്പ്, പക്ഷെ അത് ഭയങ്കര റിസ്കി ആയിട്ടുള്ളതാണ്. പിന്നെ ജനിച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴേ ഈ ഡിഫക്റ്റിൻ്റെ കറക്ഷൻ ചെയ്യാം. അതായത് എന്താണോ ഈ ഡിഫക്റ്റ് ഉണ്ടെന്ന് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം കറക്ഷൻ ഓഫ് ദി മസ്കുലോസ്കെൽറ്റൽ ഡിഫോർമിറ്റീസ് ആൻഡ് റെഗുലേഷൻ ഓഫ് ബ്ലാഡർ ആൻഡ് ബവൽ ഫങ്ഷൻസ്. അതായത് സ്വിഞ്ചർ കൺട്രോളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കത്തീറ്ററൈസേഷനൊക്കെ ചെയ്ത് കൊടുക്കണം. ഇനി സപ്പോർട്ടീവ് മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പ്രിവെൻഷൻ ഓഫ് ഇഞ്ചുറി ആൻഡ് ഇൻഫെക്ഷൻ, ആ ഒരു സാക്ക് ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ പ്രോപ്പറായിട്ട് പൊസിഷനിങ് ചെയ്ത് കൊടുക്കണം. പ്രൊട്ടക്റ്റീവ് കവറിങ്, സ്റ്റെറൈൽ വെറ്റ് ഡ്രസ്സിങ് കൊടുക്കണം. പിന്നെ പ്രിവെൻഷൻ ഓഫ് സ്കിൻ ബ്രേക്ക് ഡൗൺ ആൻഡ് മോണിറ്ററിങ് ഫോർ സൈൻസ് ഓഫ് ഹൈഡ്രോസെഫാലസ്. അതായത് ഹൈഡ്രോസെഫാലസ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ തന്നെ അത് മോണിറ്റർ ചെയ്യണം എന്ന്, ഹെഡ് മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കണം, ഹെഡ് സർക്കംഫറൻസിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുക്കണം. പിന്നെ പ്രൊവിഷൻ ഓഫ് അഡിക്വേറ്റ് ന്യൂട്രീഷൻ, പ്രൊമോഷൻ ഓഫ് യൂറിനറി എലിമിനേഷൻ ആൻഡ് ബവൽ റെഗുലാരിറ്റി, പ്രിവെൻഷൻ ഓഫ് ലെഗ് ഓർ ഹിപ്പ് ഡിഫോർമിറ്റീസ്. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞൊരു ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് കൂടി നോക്കാം. അതാണ് അനൻസെഫാലി. നമ്മളിപ്പോൾ സ്പൈന ബൈഫിഡ എന്ന് നോക്കിയത്, ഇനി അനൻസെഫാലി കൂടി നോക്കാം. കുഞ്ഞാണ് കേട്ടോ. ഇതിൽ കൺജനിറ്റൽ ആബ്സെൻസ് ഓഫ് cranial wall with the cerebral hemisphere completely missing or reduced to small masses. അതായത് ഇവിടെ cranial wall മിസ്സിങ് ആയിരിക്കും. പിന്നെ ഈ cerebral hemisphere ഒന്നുകിൽ കുഞ്ഞൊരു മാസസ് ആയിട്ട് കാണും, അതായത് കുഞ്ഞായിട്ട് പോകും, അല്ലെങ്കിൽ മിസ്സിങ് ആയിരിക്കും. ഇതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് വേരിയസ് ആയിട്ടുള്ള കൺജനിറ്റൽ അനോമലിറ്റീസ് കാണുന്നുണ്ട്. അതായത് കൺജനിറ്റൽ ഹെർട്ട് ഡിസീസ്, ക്ലെഫ്റ്റ് പാലറ്റ് ഒക്കെ. ഈ ഒരു കണ്ടീഷനായിട്ട് ജനിക്കുന്ന കുട്ടി 1-2 ആഴ്ച കൊണ്ട് തന്നെ മരണപ്പെടുന്നുണ്ട്. അടുത്തൊരു ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ആണ് എൻസെഫാലോസീൽ. ഇവിടെ വരുന്നത് ബ്രെയിനിൻ്റെ സബ്സ്റ്റൻസ് ലൈക്ക് സെർബ്രൽ കോർട്ടക്സ്, സെർബെല്ലം, പാർട്ട് ഓഫ് ബ്രെയിൻ സ്റ്റെം ഒക്കെ ഒരു ഹേർണിയ പോലെ മെനിഞ്ചസിൻ്റെ കൂടെ ഒരു പ്രൊട്രൂഷൻ സംഭവിക്കും. അതായത് സ്കള്ളിൻ്റെ ഡിഫോമിറ്റി കാരണം, സ്കൾ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാത്തത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഡിഫോമിറ്റി കാരണമോ അതിലൂടെ ഒരു മെനിഞ്ചസ് വഴി പ്രൊട്രൂഡ് ചെയ്തിട്ട് പുറത്തേക്ക് വരും. കുഞ്ഞ് ജനിക്കുന്നതിനേക്കാൾ മുമ്പ് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാന്ന് വെച്ചാൽ USG, എസ്റ്റിമേഷൻ ഓഫ് ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ഒക്കെ ചെയ്യാം. എക്സ്റേ, സ്കള്, CT സ്കാൻ ഒക്കെ ഈ ഒരു അസോസിയേറ്റഡ് അനോമലിറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണ്. ഇതിൽ സർജിക്കൽ റിപ്പയർ ഓഫ് ദി ഡിഫക്റ്റ് ക്യാൻ ബി ഡൺ അൺലെസ് ദർ ഈസ് എ ഗ്രോസ് മാൽഫോർമേഷൻ ഓഫ് ദി ബ്രെയിൻ. അതായത് ഗ്രോസ് മാൽഫോർമേഷൻ ഇല്ലെങ്കിൽ നമുക്ക് സർജിക്കൽ റിപ്പയർ ചെയ്ത് കൊടുക്കാം. ഹൈഡ്രോസെഫാലസ് ക്യാൻ ബി ട്രീറ്റഡ് വിത്ത് ഷണ്ട് ഉപയോഗിച്ച് ഹൈഡ്രോസെഫാലസ് ട്രീറ്റ് ചെയ്യാം. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.